വന്നിട്ട്. എന്നാ സൈന ആദ്യം ഞങ്ങളോട് പറഞ്ഞുടായിരുന്നോ എന്നെ തുമ്പിമോടെ വീട്ടിലേക്ക് കേറുന്നതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് വരൂലായിരുന്നോ? അതൊന്നും സാലടി, ഈ ലച്ചു പറഞ്ഞ പോലെ അത്ര നേരമൊന്നും ആയിട്ടില്ലേ. വാ നമുക്ക് പോയിട്ട് ഡ്രസ് എടുക്കേ. അല്ല, അമ്മമാര് റാണിനൊന്നും കണ്ടില്ലല്ലോ. ഇവിടുത്തെ ലിഫ്റ്റ് കേടാവോണ്ടേ പടിയും കേറിയിട്ട് മൂന്നാമത്തെ നിലയിലെത്തില്ലേ. ഓൾക്ക് മൂന്നാക്ക് കാരോണ്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ആ ബെഞ്ചിമ പോയിരിക്കണ്ടേ. നിങ്ങൾ എത്തിയിട്ട് അവരെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ പോയി വിളിക്കട്ടെ ചേച്ചി. അമ്മ എന്നാ നമുക്ക് ആദ്യം ദാവണിയുടെ സെക്ഷൻ പോയി നോക്കിയാലോ? വേണ്ട ലച്ചു, ആദ്യം വലിയവർക്കുള്ള സാരി എടുക്കാം, എന്നിട്ട് നമുക്ക് ദാവണി നോക്കടി. എന്തോ നമ്മ നിങ്ങൾ 7-8 ആൾക്കാർക്ക് സാരി എടുക്കുമ്പോൾ സമയം ഒത്തിരി വഴുകും. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്ക് ദാവണി നല്ലപോലെ സെലക്ട് ചെയ്യാനൊന്നും ടൈം കിട്ടൂലമ്മ. മക്കളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടുപേരും ദാവണിയുടെ സെക്ഷനിൽ പോയിട്ട് നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടുവെക്ക്. അപ്പോഴേക്കും ഞങ്ങൾ സാരി നോക്കിട്ട് വരാം. ആ അത് നല്ല ഐഡിയ അമ്മ. മക്കള് പോയിട്ട് വേഗം നോക്ക്. എന്നാ വാടി ശിവ. ചേച്ചി ദാവണി നോക്കാൻ ഞാനുണ്ട്. പൊടിമോള് വാ. മാഡം ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഏത് ടൈപ്പ് ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കണ്ടേ, അപ്പൊ 7-8 ആൾക്കാർക്കുള്ള സാരിയും 2 ദാവണിയും പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സും വേണം. ആദ്യം കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് നോക്കേണ്ടത്? ഏയ് അല്ല, ആദ്യം നമുക്ക് സാരി നോക്കാം. ഇവിടെ നല്ല അടിപൊളി പാർട്ടി വെയർ സാരി കളക്ഷൻസ് ഉണ്ട് മാഡം. എന്റെ കൂടെ വരൂ. അല്ല ബാലു വരുന്നില്ലേ? നിങ്ങൾക്ക് സാരി എടുക്കണോടത്ത് ഞാൻ എന്തിനാടി? നിങ്ങൾ സമാധാനത്തോടെ സാരി എടുക്ക്. അപ്പോഴേക്കും ഞാനും സുരേന്ദ്ര ഒരു ചായ കുടിച്ചിട്ട് വരാം. അല്ല സുരേന്ദ്ര, നമ്മുടെ ചായ കൂടി തീർന്നാലും പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എടുക്കല് തീരൂലെന്റെ ചേട്ടാ. മിക്കവാറും ഒരു ബിരിയാണി അടിക്കേണ്ടി വരും. പാടാ മാഡം ഇങ്ങോട്ട് വരൂ. സൈന ഉഷവായോ? ആ കുട്ടി വിളിക്കണ്ടേ. പിള്ളേർ അവിടെ തന്നെ നിൽക്കുവാണോ? ഇങ്ങ് പോരെ. ചിരിക്കടി പ്ലീസ് എടി, ചിരിക്കടി. ചിരിക്കൂല. ചിരിച്ചില്ലെങ്കിൽ നമ്മളെ ഇക്കലാക്കും. അമ്മേ, റാണി ചേച്ചി, സീതല്ലേ വരണേ? ആ ബാലു നീല എത്തിയിട്ടുണ്ടാകും. നീലു ചേച്ചി ബാലുചേട്ടൻ എത്തിയിട്ടുണ്ടേ. അമ്മമാര് വരൂ. ഞങ്ങളില്ലേ കുട്ടിയെ, നിങ്ങൾ പോയി ഡ്രസ് എടുത്തോളി. അതെന്താ നിങ്ങൾ ഡ്രസ് എടുക്കാൻ വരാത്തെ? 3 നില സ്റ്റെപ്പ് കയറി വന്നതല്ലേ മോളെ, കാല് ഭയങ്കര വേദന. ഞങ്ങൾ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നിട്ടേ ആക്കം പോലെ വരെ. എന്നാ റാണി ചേച്ചി വാ, സീത പോയിക്കോ, ഞാനും കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ശരി ചേച്ചി, വേഗം വന്നേക്കണേ. വരൂ മാഡം. എന്താ എല്ലാരും നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇരിക്കുന്നേ. ഞങ്ങൾക്ക് ഇരിക്കുന്നു വേണ്ട സിസ്റ്ററെ, നിങ്ങൾ സാരി കാണിച്ചെന്നാ മതിയേ. എന്തിനാ നിന്ന് കഷ്ടപ്പെടുന്നേ? എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ കസേര ഇട്ടേക്കുന്നേ. എല്ലാവരും ഇരിക്കൂ, എന്നാ നമുക്ക് സമാധാനത്തിൽ സാരിക്ക് നോക്കാലോ. അതാ സിസ്റ്റർ പറഞ്ഞ ശരിയാ. എന്തിനാ നമ്മൾ വെറുതെ കാലി കഴിക്കണേ? നീലോ സീത ഇരിക്കടി. അങ്ങോട്ട് മാറി നിൽക്ക് കുട്ടിയോളെ. നമ്മൾ ആ കുസന്മ ഇരിക്കട്ടെ, നല്ല സുഖം കിട്ടും. ഓക്കടി പാർക്കുട്ടി. ഈ പാർക്കുട്ടി ഇത്രയും സ്ഥലമായിട്ട് അവിടെ പോയിരിക്കണേ. അതൊക്കെ സാരി വെക്കുന്ന സ്ഥലടി. ആൾക്കാർ കണ്ട് എന്താ വിചാരിക്കാ? ഇറങ്ങിക്കേ, താഴെ ഇറങ്ങിക്കേ. ഞങ്ങളോട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളമ്മ, ഞങ്ങൾക്ക് ഇരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. പിള്ളേരെ, നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിലേ മുത്തശ്ശിമാരെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്, അവിടെ പോയിരുന്നോ. ഇത് ഞങ്ങൾ വലിയൊരു സാരി നോക്കുന്ന സെക്ഷനാ. നിങ്ങൾ എന്തിനാ അതൊക്കെ കാണുന്നേ? പിള്ളേരുടെ ഡ്രസ് എടുക്കാൻ നേരത്തെ ഞാൻ വിളിക്കാം. അവിടെ പോയിരുന്നോ? പാർക്കുട്ടി, ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് കടയാണ് ഷോപ്പാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. നല്ല അടിപൊളി വെച്ചേരൂ. നമുക്ക് സമാധാനത്തിൽ സാരി എടുക്കാൻ പറ്റത്തില്ലേ? നീരു സൈന പറഞ്ഞ പോലെ ഓടി ഇവിടെ ഇരിക്കണത് നമുക്ക് സേഫ്റ്റി. ദൈവമേ, ഈ കുർത്തം കെട്ട പിള്ളേരെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയല്ലോ. എന്തിനാ വേറെ കുട്ടികളെ ഇങ്ങനെ വഴക്ക് പറയണേ? കണ്ടാ തന്നെ അറിയാം പാവ പിള്ളേര്. എന്ത് നിഷ്കളങ്കതയെ മുഖത്തുള്ളേ. ഞങ്ങളുടെ നാട്ടിലെ എല്ലാരും പറയാറുണ്ട് ഞങ്ങൾ വളരെ നിഷ്കളങ്കതയുള്ള പാവ കുട്ടികളാണെന്ന്. അല്ല സുലൈമാനെ? അതെ അതെ, വെരി വെരി ഇന്നസെന്റ് ചിൽഡ്രൻസ്. അതെ അതെ, വളരെ നല്ല കുട്ടികളാ. അത് കുറച്ച് കഴിയുമ്പോ സിസ്റ്റർക്ക് തന്നെ മനസ്സിലായിക്കോളും. അവരവിടെ മിണ്ടാതിരുന്നോളൂന്നേ. എന്നാ നമുക്ക് സാരി നോക്കിയാലോ? ചേച്ചി എന്താ ഇരിക്കാതെ? ദേ ഒരു കസേര ഒഴിഞ്ഞെടുക്കുന്നു, അവിടെ പോയിരിക്കൂ. ഇത്രയും നേരം ഞാൻ സ്കൂട്ടി ഇരിക്കില്ലായിരുന്നോ? ഇനി കുറച്ചു നേരം നിൽക്കട്ടെടി. മാഡം, ഏത് കളറാ നിങ്ങൾ നോക്കുന്നേ? പച്ച, മഞ്ഞ, കറുപ്പ്, വെള്ള, നീല, റോസ് എല്ലാ കളറും നോക്കട്ടെ ചേച്ചി. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി തന്നെ എടുക്കണേ. എന്റെ മമ്മി ഭയങ്കര റിച്ചാ. ഓക്കേ മാഡം, എന്നാ നമുക്ക് 10,000 മുതൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്താലോ? 10,000 രൂപ ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു മാസത്തെ ചെലവ് പോകും. പിള്ളേര് പറയുന്നത് കാര്യമാക്കട്ടെ സിസ്റ്ററെ. ഞങ്ങൾക്ക് 1000-1500 ഒതുങ്ങുന്ന സാരി മതി. ഓക്കേ മാഡം, 1000 റേറ്റിൽ വരുന്ന ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ആ മഞ്ഞ കളർ സാരി ഒന്ന് നോക്കട്ടെ. ഇതാണോ മാഡം? ആ അത് തന്നെ. നല്ല രസമുണ്ടല്ലേ നീലു? പെട്ടെന്ന് എടുക്കേണ്ട സീതെ, എല്ലാ കളറും നമുക്ക് നോക്കാനേ. ചേച്ചി, എല്ലാം മാറി വെച്ചിട്ടുണ്ടെന്നേ. അതൊന്നും സാരമില്ല. ഏയ്
എക്സ്ക്യൂസ് മീ, വരൂ മാഡം. എനിക്ക് ഇവിടുത്തെ സാരി കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണണം. ഷുവർ മാഡം. ഏത് റേറ്റിലുള്ള സാരിയാണ് നിങ്ങൾക്ക് വേണ്ടത്? 1000 മുതലുള്ള സാരി കാണിക്കട്ടെ? Shut up! എന്നെ കണ്ടിട്ട് നിനക്ക് ഒരു പിച്ചക്കാരിയെ പോലെ തോന്നുന്നുണ്ടോ? സോറി മാഡം. 1000 ഒലുവയുടെ സാരി പോലും 1000 ഒലുവ. എന്റെ വീട്ടിലെ സർവൻസ് പോലും എബവ് 5000 റുപ്പീസ് ഡ്രസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പൊ ഓലെ കയ്യിൽ 5000 രൂപ ഇല്ലെങ്കിലേ ഒരു ഡ്രസ്സിന് ഇടൂല സുലൈമാനെ? ഇടൂലേക്കരം. അയ്യേ. 1 ലക്ഷത്തിന് താഴെ വരുന്ന ഒരു ഡ്രസ്സും ഞാൻ ഇതുവരെ ധരിച്ചിട്ടില്ല. ഓക്കേ മാഡം. 1 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ഡ്രസ്സും ഞാൻ കാണിച്ചു തരാം. കണ്ണ് നിറച്ച് എന്നെ നോക്കി നിൽക്കാതെ വേഗം കാണിക്കു കൊച്ചേ. ഒരു മിനിറ്റ് മാഡം, ഇപ്പൊ കാണിച്ചു തരാം. മാഡം, ഒറിജിനൽ കാഞ്ചീപുരം സാരിയാ. 1,05,000 റുപ്പീസ്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന കളർ അല്ലേ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. വിലയും വളരെ കുറവാ. കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി എടുക്കൂ. 1 ലക്ഷത്തിനൊക്കെ ഇപ്പൊ വില ഇല്ലാതായാ? 1 ലക്ഷത്തിനൊക്കെ പുല്ല് വിലയാണ്. ഞാൻ ഇപ്പോഴാ അറിയുന്നുണ്ട് സൈനോ. പ്യുവർ സിൽക്കാണ് മാഡം. 1,30,000. നോ, ഇതിന്റെ ഗ്ലാമറിന് ഒട്ടും ചേരാത്ത കളറാ. നെക്സ്റ്റ്. എടാ സുലൈമാനെ, ഇതിനാണോ ഗ്ലാമർ എന്ന് പറയുന്നത്? ആ, ഇച്ചറിലടി. നിന്റെ ബെല്ലിമാന്റെ പശുവിന് ഇതിനെക്കാട്ടിലും ഗ്ലാമർ ഉണ്ട്. 1,40,000 മാഡം. നോ, നെക്സ്റ്റ്. 1,45,000. നെക്സ്റ്റ്. ഇത് ഇപ്പോഴൊന്നും തീരൂലല്ലോ. ആ, 1,50,000. നെക്സ്റ്റ്. ഹായ്, നല്ല ചുമപ്പ് സാരി. 1,70,000. പഠിച്ചോനെ, 1,70,000 രൂപയെ. ആ പൈസ എനിക്ക് കുടിന്റെ തേപ്പ് കഴിക്കായിന്ന്. 1,80,000. 1,90,000. 2 lakh ma'am. 2,20,000 ma'am. 2,80,000 ma'am. വൗ വൗ, സൂപ്പർ സൂപ്പർ, ഫാന്റാസ്റ്റിക്, ഇലാസ്റ്റിക്, ബോംബ്ലാസ്റ്റിക്. ഔ, ഒന്നെങ്കിൽ ഇഷ്ടപ്പെട്ടല്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് പറഞ്ഞ നമ്മൾ കുടുങ്ങിയിന്ന്. അല്ലടി പാറുകുട്ടിയെ. അതെ അതെ. മാം, ഒറിജിനൽ പട്ടുനൂലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 916 ഗോൾഡൻ ത്രെഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെറൈറ്റി കളറാണ്. മാഡത്തിന്റെ ഫേസിന് നന്നായിട്ട് ചേരും. യെസ് യെസ്, ഐ നോ. എന്നാ ഈ സാരി ഞാൻ പാക്ക് ചെയ്യട്ടെ? യാ ഷുവർ. നിങ്ങളുടെ പാക്ക് ചെയ്ത് വെക്കൂ. ഞാൻ ഇപ്പൊ കാർ എടുത്തിട്ട് വരാം. ഓക്കേ മാഡം, ഞാനിവിടെ മാറ്റി വെച്ചോളാം. ഞാൻ 5 മിനിറ്റിനുള്ളിൽ ഇങ്ങോട്ട് വരും. വേറെ ആർക്കും ഈ സാരി കൊടുത്തേക്കരുത്. ഇല്ല മാഡം, ആർക്കും കൊടുക്കത്തില്ല. എന്താ ഒരു ചിരി. പോണ പോക്ക് കണ്ട പാറുകുട്ടിയെ. 2,80,000 സാരി. ഞാനൊന്ന് നോക്കട്ടെ. ഇത്രയും വില കൂടിയ ഡ്രസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണേ. സിസ്റ്റർ, ഞങ്ങൾക്ക് വേറെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരുമോ? ഓ, അതിനെന്താ മാഡം? ഞങ്ങളെ മാഡം ഒന്ന് വിളിക്കണം കേട്ടോ. എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതിയേ. അത് നീല് പറഞ്ഞ ശരിയല്ലേട്ടാ. ഇന്ന് ആരെങ്കിലും മാഡം എന്ന് വിളിച്ചാലേ ഇതൊരു ഇക്ലി അവിടെ പോലെയാണ്. ചേച്ചി, ഇത് കൊള്ളാമോ? ഇത് നല്ല രസം കിട്ടാ. വേറെ ഡിസൈനിലുള്ള ചോപ്പ് കളർ ഉണ്ടാ? ഇത്ത, ഇതിന് 1,200. ഇത് വേണ്ടട്ടാ, അത് അവിടെ മാറ്റി വെച്ചാലേ. ഈ ഓറഞ്ച് ആൻഡ് വയലറ്റ് എങ്ങനെയുണ്ട്? ഏയ്, അത് വേണ്ട. യെല്ലോ വയലറ്റ് കോമ്പിനേഷൻ ചേച്ചിക്ക് നന്നായിട്ട് ചേരും. ഞങ്ങളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായില്ലേ? എനിക്കോ, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗല്ലേ. നിങ്ങൾക്ക് എല്ലാ സാരിയും കണ്ടാലല്ലേ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ഹായ്, ഈ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടല്ലോ. മാഡം, ഇതിന് 1,600 രൂപയുണ്ട്. ചേച്ചി, നല്ല ഭംഗിയുണ്ടല്ലേ? ഇച്ചു ഇഷ്ടപ്പെട്ടിട്ടാ. എക്സ്ക്യൂസ് മീ. യെസ് മാഡം. എന്റെ മകന്റെ വിവാഹത്തിന് എനിക്ക് കൊടുക്കാൻ വേണ്ടി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാരി വേണം. മാം, എത്ര റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്? എബവ് 1 lakh. ഓക്കേ മാഡം, ഇപ്പൊ കാണിച്ചു തരാം. ഈ സാരിക്കൊക്കെ എങ്ങനെ റേറ്റ്? ഈ സാരിക്കൊക്കെ 1000 റേഞ്ചാണ് മാം. ഷിറ്റ്, ഇത് തങ്ങ് മാറ്റി വെച്ചേ. ലോക്കൽ സാരീസ്. അയ്യോ മാഡം, ഇതിന്റെ സാരിക്ക് താഴെ ഇട്ടേ. ഞാനത് മാറ്റി വെക്കൂലായിരുന്നോ? ഇതുപോലുള്ള ലോക്കൽ സാരീസ് എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് അലർജിയാ. എനിക്ക് തുമ്മൽ വരും. അതിന് ഞാനെന്ത് വേണം കൊച്ചേ? ആദ്യം പണക്കാരെ ഡ്രസ് എടുത്തിട്ട് മതി പാവപ്പെട്ട ഡ്രസ് എടുക്കാൻ. ഞാൻ നിക്കണോ അതോ പോണോ? വേഗം ഡ്രസ് കാണിക്കു കൊച്ചേ. ഒരു മിനിറ്റ് മാഡം, ഈ സാരി എങ്ങനെയുണ്ട് മാം? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ കാണിക്ക്. ഒരു മിനിറ്റ് മാം. വാവ്, ഈ സാരി കൊള്ളാലോ. മാഡം, 1,50,000. എനിക്ക് ആ സാരി വേണ്ട, ഈ സാരി മതി. ഇതിന് എത്ര റേറ്റ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. ഈ സാരി തന്നെ എനിക്ക് വേണം. ആ സാരിക്ക് 2,80,000 മാം. മണി എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് ആ സാരി തന്നെ പാക്ക് ചെയ്ത് വെക്കൂ. സോറി മാഡം. വാട്ട് സോറി? ആ സാരി നേരത്തെ ഒരു കസ്റ്റമർ ബുക്ക് ചെയ്ത് വെച്ചതാ. വെറൈറ്റി യൂണിക് കളക്ഷൻ ആയതുകൊണ്ട് 1 പീസ് മാത്രമേ മാഡം. ആ കസ്റ്റമർ 5 മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞതാ. അതുകൊണ്ട് സോറി മാഡം, ആ സാരി തരാൻ പറ്റത്തില്ല. മാഡം, ഈ സാരി ഒന്ന് നോക്കൂ. നല്ല ഭംഗിയുള്ള കളറാ. മാഡത്തിന് നന്നായിട്ട് ചേരും. എന്റെ ഇഷ്ടം നീയാണോ തീരുമാനിക്കുന്നേ? എനിക്ക് ഇഷ്ടപ്പെട്ട സാരി നിനക്ക് തരാൻ പറ്റത്തില്ലല്ലേ? മാഡം, എനിക്ക് തരുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ കസ്റ്റമർ എന്നോട് വന്ന് ആ സാരി ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? ബുക്ക് ചെയ്ത് വെച്ച സാരി കിട്ടില്ലെന്ന് പറഞ്ഞ ആ കസ്റ്റമർ മുതലാളിയോട് കംപ്ലൈന്റ് ചെയ്താ എന്റെ ജോലി പോകും മാഡം. നിർത്ത്. ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ആ സാരി തരില്ലെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചില്ലേ? അഹങ്കാരം പിടിച്ച സെയിൽസ് വുമണെയാണോ ഈ ഷോപ്പിൽ നിർത്തിയെന്നേ? ഞാൻ മുതലാളിയോടൊന്ന് ചോദിക്കട്ടെ. അയ്യോ മാഡം, അതിനേക്കാൾ ഭംഗിയുള്ള സാരി ഞാൻ കാണിച്ചു തരാം. മുതലാളിയോട് കംപ്ലൈന്റ് ചെയ്യല്ലേ? പ്ലീസ് മാഡം, അയാളൊരു ദുഷ്ടനാ. ചിത്ര, ഈ കസ്റ്റമേഴ്സിനെ നീ ഒന്ന് ഡീൽ ചെയ്യൂ. ഞാൻ ഇപ്പോ വരാം. എടി, നീ അങ്ങോട്ട് പോന്നേ? പാവം ചേച്ചിയാ. ആ ചേച്ചിക്ക് വഴക്ക് കേക്ക് ചേച്ചി.
വഴക്ക് കേൾക്കുന്നോ? വഴക്ക് മാത്രല്ല നല്ല അടിയും കിട്ടും. പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് ശീലമായില്ല മോളെ. അയ്യോ, അടിയും കിട്ടോ? അപ്പൊ ഇതൊക്കെ സ്കൂളാണോ? ഇവിടുത്തെ മുതലാളി ഒരു ദുഷ്ടനാണല്ലേ? ദുഷ്ടനാണെന്നോ? ഞാൻ എന്താ പറയാ ചേച്ചി, ഇവിടുത്തെ പണിക്കാരൻ മനുഷ്യരായിട്ടല്ല അയാൾ കാണുന്നേ, കഴുതകളായിട്ടാ. അന്ത്യാവോളം പണിയെടുപ്പിക്കും, ഭക്ഷണം കഴിക്കാൻ വിടത്തില്ല, വെള്ളം കുടിക്കാനും വിടത്തില്ലേ. ഇനി ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഞങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് കൊടുത്താലോ ഞങ്ങളെ പകുതി സാലറി കട്ട് ചെയ്യും. പുറത്തുള്ള സെക്യൂരിറ്റിയുടെ അവസ്ഥ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാളൊരു ദുഷ്ടനാണെന്ന്. ഇനി ചേച്ചിമാര് ഞാൻ പറഞ്ഞതൊന്നും അയാളോട് പറഞ്ഞു കൊടുക്കല്ലേ. ഏയ് ഇല്ല മോളെ. എന്നാ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ? ദേ ആ സാരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പാക്ക് ചെയ്താൽ മതി. ഓക്കെ മാഡം. വാ പാർക്കുട്ടിയെ, ഇനി നിങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കാം. ശരിയമ്മ.